നമസ്കാരം. ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ മലയാളി അറസ്റ്റിലാകുമ്പോൾ നിർണായക വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. എറണാകുളം സ്വദേശിയായ മധു ജയകുമാറാണ് NIA പിടിയിലായത്. ഇന്നലെ ഇറാനിൽ നിന്ന് കേരളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ഇന്റർപോൾ വഴി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇറാനിൽ നിന്ന് ഡീപോർട്ട് ചെയ്താണ് മധുവിനെ ഇന്ത്യയിൽ എത്തിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. വിശദമായി ഇയാളെ ചോദ്യം ചെയ്യും. അവയവക്കടത്ത് മാഫിയ പ്രധാന കണ്ണിയാണ് ഇയാൾ എന്നാണ് നിഗമനം. ഇറാനിലെ ആശുപത്രികൾക്ക് വേണ്ടി അവയവ കച്ചവടം നടത്തുന്ന സംഘത്തിലെ ഇന്ത്യയിലെ പ്രധാനിയും ആസൂത്രകനുമാണ് ഇയാളെന്ന് NIA ഉദ്യോഗസ്ഥർ പറയുന്നു. 2019 മുതൽ ഇയാളുടെ നേതൃത്വത്തിൽ 20ഓളം ഇന്ത്യക്കാരെ ഇറാനിലെത്തിച്ച് അവയവ കച്ചവടം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ തൃശൂർ എടമുട്ടം സ്വദേശി സബിത് നാസർ, സജിത് ശ്യാം, ബെല്ലാരംകൊണ്ട രാമപ്രസാദ് എന്നിവരെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു. 2024 ഓഗസ്റ്റിൽ ഇറാനിൽ നിന്ന് എത്തിയ സബിത് നാസറിനെ എമിഗ്രേഷൻ ബ്യൂറോ വിഭാഗം ചോദ്യം ചെയ്തതോടെയാണ് അവയവ കച്ചവട സംഘത്തെ പറ്റി സൂചന ലഭിച്ചത്. വൻതുക വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത്. കേസിൽ 4 പേരെയും പ്രതി ചേർത്ത് NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി അവയവ വിൽപ്പന നടത്തുന്ന സംഘത്തിന്റെ ഏജന്റായിരുന്നു തൃശൂർ സ്വദേശി സബിത് നാസർ. സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുക വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുന്നത്. കുവൈറ്റിലും പിന്നീട് ഇറാനിലും കൊണ്ടുപോകും. ഇറാനിലെ ആശുപത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് വിവരം. ഇവർക്ക് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും എടുത്തു നൽകി ഇറാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്ന് അവയവം എടുത്ത ശേഷം തിരികെ കൊണ്ടുവരും. ഇരകളായവർക്ക് തുച്ഛമായ തുകയാണ് നൽകിയിരുന്നത്. ഇവർക്ക് എത്ര രൂപയാണ് നൽകിയതെന്നോ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റ് വലിയ കണ്ണികളുണ്ടോ, എത്ര പേർ ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. അവയവക്കടത്ത് മാഫിയയുടെ പ്രവർത്തനം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണെന്നും അവിടെയുള്ളയാളാണ് പ്രധാന കണ്ണിയെന്നും സാബിത് നാസർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഹൈദരാബാദിലെ വ്യക്തിയാണ് അവയവ മാഫിയയുമായി ബന്ധിപ്പിച്ചത്. കടത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇയാളാണ്. 2019 സ്വന്തം വൃക്ക വിറ്റതോടെ ഈ മേഖലയിലെ സാധ്യത താൻ തിരിച്ചറിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇരകളെ തേടി തുടങ്ങിയതെന്നും സാബിത് മൊഴി നൽകിയെന്നാണ് 1 വർഷം മുൻപ് പുറത്തുവന്ന വിവരം. പാലക്കാട് സ്വദേശി ഷമീർ എന്നയാളെയാണ് സാബിത് വൃക്ക നൽകാനായി കേരളത്തിൽ നിന്ന് ഇറാനിൽ എത്തിച്ചതെന്നാണ് വിവരം. അവയവക്കടത്തിനായി സബിത് കടത്തിയത് എന്ന് കരുതുന്ന ബാക്കി 19 പേർ ഉത്തരേന്ത്യക്കാരാണ്. ഇവർ കേരളത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാണോ അതോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2019 മുതൽ അവയവക്കടത്തിന് ഇറാനിലേക്ക് സംഘം ആളെ എത്തിച്ചിരുന്നു. ശ്രീലങ്കയിലും കുവൈറ്റിലും ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായ മധു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ച് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ചായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇറാനിലെ സ്വകാര്യ ആശുപത്രികളിലാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. സംഘത്തിലെ മറ്റ് ഏജന്റുമാർ വഴി അവയവം ആവശ്യമുള്ളവരെ ബന്ധപ്പെടും. ഇവരോട് ഫുൾ പാക്കേജായി 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ആവശ്യപ്പെടുക. വൃക്ക നൽകുന്നവർക്ക് ടിക്കറ്റ്, താമസം, ചികിത്സാ ചെലവ്, പ്രതിഫലമായി പരമാവധി 6 ലക്ഷം രൂപ എന്നിങ്ങനെ നൽകും. വൻ തുക ആശുപത്രിയിൽ ചെലവായെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുക മുഴുവൻ ഏജന്റിന്റെ പോക്കറ്റിലാക്കുകയായിരുന്നു പതിവ്. ഇറാനിലെ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന മധു രാജ്യാന്തര അവയവക്കടത്ത് ശൃംഖലയുടെ ഭാഗമാണെന്നാണ് NIA കണ്ടെത്തൽ.